നമുക്ക് ആലുവ മണപ്പുറത്തേക്ക് പോകാം. അവിടെ കർക്കിടകവാവ് ബലിതർപ്പണം പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ പിതൃകർമ്മങ്ങൾ തുടങ്ങി. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഇപ്പോൾ ചേരുന്നു. രേഷ്മ, ഈ ബലിതർപ്പണത്തിനേറെ പേരുകേട്ട ഒരിടം ആലുവ മണപ്പുറം, മഴയുണ്ടോ? എങ്ങനെ പുരോഗമിക്കുന്നു ബലിതർപ്പണ ചടങ്ങ്? കൃഷ്ണരാജ്, ഇന്ന് പുലർച്ചെ 2:30 തന്നെ ആലുവ ശിവക്ഷേത്രത്തിൽ, അതായത് മണപ്പുറത്ത് ബലിയർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കനത്തൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് ഈ കാണുന്ന ആ ഒരു ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആളുകളാണ് മണപ്പുറത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ചാറ്റൽ മഴയുണ്ട്, നിരന്തരം മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടിയും ഇന്നേ ദിവസം ഇവിടെ എത്തി ഈ ഒരു ചടങ്ങ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൂടി ആളുകൾ മണപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ഒഴുക്ക് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒരുക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ആൽത്തറ റോഡ്, അതോടൊപ്പം തന്നെ നടപ്പാലം വഴി വരുന്ന എല്ലാ ഭക്തർക്കും, അതായത് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ക്ഷേത്ര പരിസരത്തേക്ക് കടക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഒരേ സമയത്ത് തന്നെ 500ഓളം പേർക്ക് നിന്ന് തൊഴാനായിട്ടുള്ള സൗകര്യമാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രം മേൽശാന്തിയായിട്ടുള്ള മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചിട്ടുള്ളത്. 61 ബലിത്തറകളാണ് ഇവിടെ ആലുവ മണപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. ഈ ബലിത്തറകളിലൊക്കെ തന്നെ പുരോഹിതന്മാരുണ്ട്, കാർമ്മികരുണ്ട്. ഇവരാണ് ഈ പറയുന്ന ഭക്തർക്ക് എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ചടങ്ങുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ കടവുകളിൽ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ മഴയൊക്കെ നിൽക്കുന്നത് കൊണ്ടും പെരിയാറിൽ ജലനിരപ്പ് ഒരു സാധാരണ രീതിയിൽ മഴക്കാലത്ത് കുറച്ചുകൂടി ഉയരാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം കൂടി ഈ കടവുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകളും ഈ എല്ലാ സഹകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പോലീസുകാർ നിലവിൽ നിയന്ത്രിക്കുന്നത് ഈ ഭക്തരുടെ വരവ്, അതായത് ഇവർക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയും അതോടൊപ്പം തന്നെ പോകുന്ന വഴിയിലും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പോലീസുകാർ. എന്തായാലും ബലിത്തറകളിലൊക്കെ തന്നെ കനത്തൊരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ പുലർച്ചെ 2:30 മുതൽ ആ ഒരു തിരക്ക് അതേ സ്വഭാവത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഉച്ചവരെ ഈ ഒരു തിരക്ക് നീളുമെന്നാണ് നമ്മൾ ഇവിടെ സംസാരിച്ച സമയത്ത് പലരും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആലുവ ശിവക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ഒരു കർക്കിടക വാവ് ദിവസം വലിയ രീതിയിൽ ആളുകൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കൂടി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. കാരണം ഈ ഒരിക്കൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം നടത്തി അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഈ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചേരുന്നത്. ആലുവയെ പോലെ തന്നെയാണ് ഈ പെരുമ്പാവൂർ ക്ഷേത്രം. പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രത്തിലും സമാനമായിട്ട് ദക്ഷിണകാശി എന്നറിയപ്പെടുന്നതാണ് പെരുമ്പാവൂർ ക്ഷേത്രം. അവിടെയും സമാനമായിട്ട് ബലിതർപ്പണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുകയും അവിടെ ബലിതർപ്പണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ആയിരങ്ങൾ തന്നെയാണ് ബലിയർപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഭക്തരുടെ ഒഴുക്ക് അത് ഒരു ഉച്ചവരെ കൃത്യമായിട്ട് ഇതേപടി തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ ബലിത്തറകളിലും നിരന്തരം ഒരു കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. 61 ബലിത്തറകളിലും വലിയ രീതിയിലുള്ള ഒരു കാത്തുനിൽപ്പ്, അല്ലെങ്കിൽ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം ആളുകൾ ഒഴുകി എത്തുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. എന്തായാലും ഇവർക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ക്രമീകരണങ്ങളും ഭക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ തന്നെ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ബാരിക്കേഡുകൾ വെച്ചാണ് ഭക്തരെ നിലവിൽ നിയന്ത്രിച്ചിട്ടുള്ളത്. ഓരോ സമയത്തും, അതായത് പോകാനും ഇറങ്ങാനായിട്ടും വെവ്വേറെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വഴിയും ഒരുക്കിയിട്ടുണ്ട്. ഈ ശിവക്ഷേത്ര പരിസരത്ത് പ്രത്യേകം ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, അതായത് മെറ്റൽ പാകിക്കൊണ്ട്, ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മണപ്പുറം ഭാഗത്ത് ചെളി നിറഞ്ഞിട്ടുണ്ട്. ഈ ബലിത്തറകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഭക്തർ കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ചെളി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ആൽത്തറ റോഡ് വഴിയും നടപ്പാലം വഴിയും വരുന്ന ആ ഒരു മെയിൻ റോഡിൽ മെറ്റലൊക്കെ പാകിക്കൊണ്ട് ഈ ചെളിയുടെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ടുണ്ട്.
പക്ഷേ എന്നിരുന്നാലും ഈ മണപ്പുറത്ത് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഭാഗത്ത് ചെളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഭക്തരുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ഉച്ചവരെ ഈ ഒരു ഭക്തരുടെ തിരക്ക് തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ മറ്റ് ഇടങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും ഈ സമാനമായിട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കൃഷ്ണരാജ്. ശരി, ആലുവ മണപ്പുറത്ത് വലിയ തിരക്കാണ്. ഉച്ചവരെ നീളും ബലിതർപ്പണ ചടങ്ങുകൾ. മഴ കനത്ത് പെയ്യുന്നുണ്ട്, പക്ഷേ അത് ഒരു തരത്തിലും ബലിതർപ്പണ ചടങ്ങുകളെ ബാധിക്കുന്നുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.